everyone, welcome to Kids Area Online. Class 4 ഓണം എക്സാം EVS ആയിരുന്നു ഇന്ന് 4ാം ക്ലാസ്സിന് എക്സാം. എല്ലാവരും എക്സാം നല്ലതുപോലെ എഴുതിയോ? എഴുതിയല്ലേ? ഓക്കെ. കിഡ്സ് ഏരിയ ഓൺലൈൻ മലയാളം എഴുതുവാനും വായിക്കുവാനും ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് മലയാളം റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ് നൽകുവാണ്. അടുത്ത ബാച്ച് സ്റ്റാർട്ടാകുന്നത് സെപ്റ്റംബറിലാണ്. ഇപ്പോഴത്തെ ബാച്ച് കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത ബാച്ച് സെപ്റ്റംബറിൽ സ്റ്റാർട്ടാകുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും ഉണ്ട് എങ്കിൽ അവർക്കും ഇത് അയച്ചു കൊടുക്കാം, അവരോടും പറയാം. ജോയിൻ ചെയ്യാനായി ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. 9746487799. അതുപോലെ കിഡ്സ് ഏരിയ ഓൺലൈൻ കേരള സ്റ്റേറ്റ് സിലബസിൽ 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് ഓൺലൈൻ ട്യൂഷൻ നൽകുന്നുണ്ട്. ലൈവ് ക്ലാസ്സസ് ആണ്, സൂമിലാണ് നൽകുന്നത്. അതിനും ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കേണ്ടതാണ്. 9746487799. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം, ആക്ടിവിറ്റി 1, organisms and habitats. The teacher and children came to visit the neighborhood places of the school as part of nature walk. nature walkന്റെ ഭാഗമായിട്ട് ടീച്ചറും കുട്ടികളും അടുത്തുള്ള സ്ഥലങ്ങളിൽ വിസിറ്റ് ചെയ്തു. After the visit, Anu classified the organisms into 2 groups in her observation book. Fill in the missing part and complete the table. Anu fill ചെയ്ത നിരീക്ഷണ പുസ്തകത്തിൽ ജീവികളെ 2 ഗ്രൂപ്പായിട്ട് തിരിച്ചെഴുതിയതാണ്. ഇവിടെ ലിവിങ് ഓൺലി ഇൻ വാട്ടർ. അപ്പോൾ ഇവിടെ എന്തായിരിക്കും എഴുതുന്നുണ്ടാവുക? ആദ്യത്തെ കോളത്തിൽ എന്തായിരിക്കും എഴുതുക? ലിവിങ് ഓൺലി ഇൻ ലാൻഡ്. ഇവിടെ ആദ്യത്തെ കോളത്തിൽ എഴുതേണ്ടത് എന്താണ്? ലിവിങ് ഓൺലി ഇൻ ലാൻഡ് ആണ്. ലിവിങ് ഓൺലി ഇൻ ലാൻഡ്. ഇപ്പോൾ ഇവിടെ ലാൻഡിൽ, ഇവിടെ വാട്ടറിൽ. ലിവിങ് ഓൺലി ഇൻ വാട്ടർ, ലിവിങ് ഓൺലി ഇൻ ലാൻഡ്. ഇവിടെ എന്തൊക്കെയുണ്ട്? ഗ്രാസ് ഹോപ്പ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ലാൻഡിൽ ആരൊക്കെയുണ്ട്? ഈഗിൾ ഉണ്ട്, സ്നേക്ക് ഉണ്ട്. അപ്പോൾ ഈഗിൾ അല്ലെങ്കിൽ സ്നേക്ക് എഴുതാം. ഈഗിൾ എഴുതാം, അതുപോലെ തന്നെ സ്നേക്ക് എഴുതാം. ലിവിങ് ഓൺലി ഇൻ വാട്ടർ ഏതൊക്കെയുണ്ട്? ഫിഷ് ഉണ്ട്. ഫ്രോഗ് എഴുതാൻ പറ്റില്ല. ലോട്ടസ് ഉണ്ട്. വെള്ളത്തിൽ മാത്രം ജീവിക്കുന്നതാണേ ലോട്ടസ്. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു അതിലെ എ ചോദ്യം. ഇനി ബി ചോദ്യം നോക്കാം. ബി ചോദ്യം, കംപ്ലീറ്റ് ദ ചെയിൻ ഓഫ് ഇന്റർഡിപെൻഡൻസ് ബിറ്റ്വീൻ ദ ഓർഗാനിസംസ് യു ഹാവ് ഒബ്സർവ്ഡ്. ആദ്യം ഗ്രാസ്. ഗ്രാസ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഗ്രാസ് ഹോപ്പർ എഴുതാൻ പറ്റും. ഗ്രാസ് കഴിഞ്ഞിട്ട് എഴുതാൻ പറ്റുന്നതാണ് ഗ്രാസ് ഹോപ്പർ. ഗ്രാസ് ഹോപ്പർ. ഗ്രാസ് ഹോപ്പർ കഴിഞ്ഞ് നമുക്ക് എഴുതാൻ പറ്റുന്നതാണ് ഫ്രോഗ്. ഫ്രോഗ് കഴിഞ്ഞ് വരുന്നത് സ്നേക്ക്. അത് കഴിഞ്ഞ് എഴുതാൻ പറ്റുന്നത് ഈഗിൾ. ഓക്കെ, ഫൈൻഡ് ദ ഓഡ് വൺ ഔട്ട്. ഇതിൽ ഒറ്റയ്ക്കുള്ളത് ഏതാണ്? ഫ്രോഗ് ആണ്. ഫ്രോഗ് കരയിലും വെള്ളത്തിലും താമസിക്കും. ഫ്രോഗ്. ഇതായിരുന്നു ആക്ടിവിറ്റി 1. ആക്ടിവിറ്റി 2ലേക്ക് പോകാം. ടുവേർഡ്സ് ഫ്രീഡം. ദ ഗിവൺ പിക്ചർ റിപ്രസെൻറ്റ് ആൻ ഇമ്പോർട്ടൻറ്റ് ഈവൻറ്റ് ദാറ്റ് ടുക്ക് പ്ലേസ് ഇൻ കണക്ഷൻ വിത്ത് ദ ഫ്രീഡം സ്ട്രഗിൾ. ഐഡൻറ്റിഫൈ ദ ഈവൻറ്റ് ആൻഡ് പ്രിപ്പയർ എ നോട്ട് ഓൺ ഇറ്റ്. ഇത് നോട്ട് ചരിത്രത്തിൽ, ഈ ചിത്രത്തിൽ നൽകിയിരിക്കുന്ന ഏത് ചരിത്ര സംഭവമാണെന്ന് അറിഞ്ഞിട്ട് അതിന് കുറിപ്പ് തയ്യാറാക്കുക. ഈ ചിത്രം കണ്ടിട്ട് അതെന്താണെന്ന് മനസ്സിലാക്കിയിട്ട് കുറിപ്പ് തയ്യാറാക്കാനായിരുന്നു എഴുതേണ്ടത്. എന്തായിരുന്നു ഇത്? ഉപ്പു സത്യാഗ്രഹമായിരുന്നു അല്ലേ? സോൾട്ട് സത്യാഗ്രഹമായിരുന്നു. ദണ്ഡി മാർച്ച് കഴിഞ്ഞിട്ടുള്ള സോൾട്ട് സത്യാഗ്രഹ 1930 1930 അത് നോട്ടായിട്ട് തയ്യാറാക്കണം കേട്ടോ. ഒരു പാരഗ്രാഫായിട്ട് എഴുതണം. ബ്രിട്ടീഷുകാരുടെ ഉപ്പ് നിയമത്തിനെതിരെയുള്ള ആ ഒരു ഇതാണ്. ലീഡ് ബൈ ആരാണ്? മഹാത്മാഗാന്ധിയാണ്. 1930 സോൾട്ട് സത്യാഗ്രഹ ആയിരുന്നു സിറ്റുവേഷൻ. സോൾട്ട് സത്യാഗ്രഹയാണ് സിറ്റുവേഷൻ. Where did in Kerala did the struggle take place? Where in Kerala did this struggle take place? കേരളത്തിൽ ഈ സമരം നടന്ന സ്ഥലം ഏതാണ്? കേരളത്തിൽ ഈ സമരം നടന്ന സ്ഥലം ഏതാണ്? പയ്യന്നൂർ. എവിടാണ്? പയ്യന്നൂർ. കേരളത്തിൽ എവിടെയാണ്? പയ്യന്നൂർ. പയ്യന്നൂർ എവിടാണ്?
കണ്ണൂരിലാണ്. പയ്യന്നൂർ എവിടെയാണ്? കണ്ണൂർ. കണ്ണൂരിലുള്ള പയ്യന്നൂരിലാണ് ഈ സ്ട്രഗിൾ നടന്നത്. ഹൂ ഈസ് നോൺ as കേരള ഗാന്ധി? ഹൂ ഈസ് നോൺ as കേരള ഗാന്ധി? കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാ? കെ കേളപ്പനായിരുന്നു. ആരാണ്? കെ കേളപ്പനാണ് കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത്. കെ കേളപ്പനായിരുന്നു കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത്. അപ്പോൾ 3 ചോദ്യങ്ങളായിരുന്നു ആക്ടിവിറ്റി 2 ഉണ്ടായിരുന്നത്. ഒന്നാമത്തത് ഈ ചിത്രം നോക്കിയിട്ട് അതെന്ത് സന്ദർഭമാണെന്ന് നോട്ട് പ്രിപ്പയർ എ നോട്ട്, ഒരു പാരഗ്രാഫ് നോട്ട് എഴുതുക. അത് സോൾട്ട് സത്യാഗ്രഹമായിരുന്നു 1930 നടന്ന് മഹാത്മാഗാന്ധിയെ ലീഡ് ചെയ്തത്. ഇവിടെ ഇതേത് കേരളത്തിൽ ഈ സത്യാഗ്രഹം നടന്ന സ്ഥലം ഏതാണ്? പയ്യന്നൂരിലാണ്. കണ്ണൂർ പയ്യന്നൂരിലാണ്. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് കെ കേളപ്പനാണ്. അടുത്ത് വരുന്ന 3ാമത്തെ ആക്ടിവിറ്റിയാണ് ബേർഡ്സ് ആൻഡ് ദെയർ ഫീച്ചേഴ്സ്. ഐഡൻറ്റിഫൈ ദ ഫിസിക്കൽ ഫീച്ചേഴ്സ് ഓഫ് ദ ബേർഡ്സ് ഇൻ ദ പിക്ചർ. ഈ പിക്ചറിലുള്ള ബേർഡ്സ് ആരൊക്കെയാണ്? നെയിം ഓഫ് ദ ബേർഡ്സ്. സ്റ്റോക്ക് തന്നിട്ടുണ്ട്, കൊക്കിനെ തന്നിട്ടുണ്ട്. ബാക്കി ആരൊക്കെയുണ്ട്? താറാവുണ്ട്, ഡക്ക് താറാവുണ്ട്, കിങ് ഫിഷർ പൊന്മാനുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് വെബ്ഡ് ഫീറ്റ്. വെബ്ഡ് ഫീറ്റ് ആർക്കാ? പരന്ന കാൽ ആർക്കാണ്? ചർമ്മബന്ധമുള്ള കാൽ ആർക്കാ? താറാവിന്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് എഴുതാം? ഡക്ക് എഴുതാം. ഡക്ക്. ഇവിടെ നമുക്ക് എന്ത് എഴുതാം? പൊന്മാൻ, കിങ് ഫിഷർ. കിങ് ഫിഷർ, പൊന്മാൻ. ഡക്കിന് വെബ്ഡ് ഫീറ്റ് ആണ്. പിന്നെ നമുക്ക് എന്തെഴുതാം? അതിൻ്റെ ചുണ്ട് എങ്ങനെയാണ്? ബ്രോഡ് ഫ്ലാറ്റ് ബീക്ക്. ബ്രോഡായിട്ടുള്ള ഫ്ലാറ്റ് ബീക്കാണ്, പരന്ന ചുണ്ടാണ്. കിങ് ഫിഷർ. കിങ് ഫിഷറിൻ്റെ കാൽ എങ്ങനെയാണ്? അതാണ് ഷോർട്ടായിട്ടുള്ള പെർച്ചിങ് ലെഗ്സ് ആണ്. ഷോർട്ട് അല്ലെങ്കിൽ പെർച്ചിങ് ലെഗ്സ്. അതിൻ്റെ ബിഗ് ഷാർപ്പ് ലോങ് ബീക്കാണ്. ഇനി സ്റ്റോർക്ക്. സ്റ്റോർക്ക് എങ്ങനെയാണ്? ലോങ് ലെഗ്സ് ആണ്, നീളമുള്ള കാലാണ്. കൊക്കിന് എങ്ങനെയാണ്? കൊക്കിനുള്ളത് നീളമുള്ള കാലാണ്. ലോങ് ആയിട്ടുള്ള ലോങ് വേർഡിങ് ലെഗ്സ്. ലോങ് വേർഡിങ് ലെഗ്സ് ആണ് ആർക്കുള്ളത്? നീളമുള്ള കാലാണ് സ്റ്റോക്കിനുള്ളത്. അതിൻ്റെ ബീക്ക് എന്താണ്? അതും നീളമുള്ള ചുണ്ടാണ്. ലോങ് ആയിട്ടുള്ള പോയിൻറ്റഡ് ആയിട്ടുള്ള ലോങ് പോയിൻറ്റഡ് ബീക്കാണ്. ലോങ് ആയിട്ടുള്ള പോയിൻറ്റഡ് ബീക്കാണ് സ്റ്റോക്കിനുള്ളത്. അപ്പോൾ ആക്ടിവിറ്റി 3യിൽ 1ാമത്തെ ചോദ്യം, എ ചോദ്യം വന്നിരിക്കുന്നത്, ആക്ടിവിറ്റി 3യിൽ എ ചോദ്യം വന്നിരിക്കുന്നത് ഐഡൻറ്റിഫൈ ദ ഫിസിക്കൽ ഫീച്ചേഴ്സ് ഓഫ് ബേർഡ്സ് ഇൻ ദ പിക്ചർ. ഇനി ബി ചോദ്യം എന്താണെന്ന് നോക്കാം. ബി ചോദ്യം, വിച്ച് എമംഗ് ദ ഗിവൺ ഈസ് ഇൻ ദ അഡാപ്റ്റേഷൻ ഓഫ് ദ ഈഗിൾ? വെബ്ഡ് ലെഗ്സ്, elongated neck, sharp curved claws, flat beak. ഏതാണ് വരിക? പരുന്തിൻ്റെ സവിശേഷത, പരുന്തിൻ്റെ അനുകൂലമായിട്ട് എന്താ ഉള്ളത് ഇതിൽ? ഷാർപ്ഡായിട്ടുള്ള കർവ്ഡ് ക്ലോസ് ആണ് ഉള്ളത്. അതായത് മൂർച്ചയുള്ള വളഞ്ഞ നഖങ്ങൾ. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. ഓപ്ഷൻ സി, ഷാർപ്പ് കർവ്ഡ് ക്ലോസ്. ഇനി അതിൽ 3ാമത്തെ ആക്ടിവിറ്റിയിൽ സി ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഡസ് നോട്ട് ബിലോങ് ടു ദ ഗ്രൂപ്പ്? ഈ കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? വുഡ്പെക്കർ, പാരറ്റ്, മൈന, ടൈലർ ബേർഡ്. ഏതാണുള്ളത്? വുഡ്പെക്കറാണ്. വുഡ്പെക്കർ സ്വന്തമായിട്ട് വീടുണ്ടാക്കുന്ന ആരാ? സ്വന്തമായിട്ട് വീടുണ്ടാക്കും അല്ലേ? അതായത് വീടുണ്ടാക്കുകയല്ല, നമ്മളുടെ ചുണ്ട്, എൻ്റെ ചുണ്ടിൻ്റെ പ്രത്യേകത എന്താണ്? മരം കൊത്തിൻ്റെ ചുണ്ടിൻ്റെ പ്രത്യേകത എന്താണ്? ചിസൽ ഷേപ്പ് ബീക്കാണ് അല്ലേ? ഉളി പോലുള്ള ഷേപ്പാണുള്ളത്. അപ്പോൾ ഇതിൽ വരുന്നത് ഓപ്ഷൻ എ, വുഡ്പെക്കർ, മരം കൊത്തിയാണ് ആൻസർ. ഉളി പോലുള്ള ചുണ്ടാണ്, ബീക്കാണ് വുഡ്പെക്കറിനുള്ളത്, ചിസൽ ഷേപ്പ് ബീക്ക്. അടുത്തത് നോക്കാം. 4ാമത്തെ ആക്ടിവിറ്റിയിൽ 4Aയും 4Bയും ഉണ്ട്. 4A എഴുതാം അല്ലെങ്കിൽ 4B എഴുതാം. 4A വരുന്നത് ഹാബിറ്റേറ്റ്. Will the filling of paddy field affect nature? Write your opinion, explain. ഇവിടെ പറഞ്ഞ നെൽവയലുകൾ നികത്തുന്നത് പ്രകൃതിയെ ബാധിക്കുമോ? വിശദീകരിക്കുക. നെൽവയലുകൾ നികത്തുന്നത് ശരിയാണോ? അത് വിശദീകരിക്കുക. നികത്തുന്നത് പ്രകൃതിയെ ബാധിക്കുമോ എന്നാണ് ചോദിക്കുന്നത്. യെസ്, പ്രകൃതിയെ ബാധിക്കും.
അത് എങ്ങനെയാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാനായിരുന്നു, ഒപ്പീനിയൻ എഴുതുക എന്നുള്ളതായിരുന്നു എ ക്വസ്റ്റ്യൻ. അതിൽ ബി ക്വസ്റ്റ്യൻ, 4A ബി ക്വസ്റ്റ്യൻ, ക്ലാസിഫൈ ആൻഡ് റൈറ്റ് ദ ഫോളോയിങ് ഇൻ ദ ടേബിൾ. ഇവിടെ കുറച്ച് കാര്യങ്ങൾ നൽകിയിട്ടുണ്ട്, അതിനെ തരം തിരിച്ച് എഴുതുക. ഹ്യൂമൻ മെയ്ഡ് ഹാബിറ്റേറ്റ് ഉണ്ട്, നാച്ചുറൽ ഹാബിറ്റേറ്റ് ഉണ്ട്. ഒന്ന് ഹ്യൂമൻ മെയ്ഡാണ്, പിന്നൊന്ന് എന്താണ് ഇവിടെ വരിക, നാച്ചുറൽ എന്ന് പറഞ്ഞാൽ സ്വാഭാവിക ആവാസം. നാച്ചുറൽ സ്വാഭാവിക ആവാസമാണ് ഇവിടെ വരിക. നാച്ചുറൽ ഹാബിറ്റേറ്റ് ആണ് ഇവിടെ വരിക. ഇവിടെ ഹ്യൂമൻ മെയ്ഡ്. നാച്ചുറലായിട്ട് എന്തൊക്കെയുണ്ട്, ഫോറസ്റ്റ് ഉണ്ട്, ഫോറസ്റ്റ് എഴുതി. പിന്നെ എന്താ വരിക, പോണ്ട്, പോണ്ട് എഴുതാൻ പറ്റും. പോണ്ട് നാച്ചുറൽ ഉള്ളതാണ്, പോണ്ട് എഴുതാം. പിന്നെ അതുപോലെ കാവ് എഴുതാം, ഗ്രാസ് ലാൻഡ് എഴുതാം. ഇതൊക്കെ സ്വന്തമായിട്ട് സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്നതാണ്. അതുപോലെ തന്നെ റിവർ എഴുതാം, സീ എഴുതാം, ഇതൊക്കെ ഇതിൽ വരുന്നതാണ്. ഇനി ഹ്യൂമൻ മെയ്ഡ് എന്തൊക്കെ എഴുതാം, ഹ്യൂമൻ മെയ്ഡിൽ എന്തൊക്കെ എഴുതാം, പേഡി ഫീൽഡ്, അതെന്താണ്, ആൾക്കാർ നെൽവയൽ ഉണ്ടാക്കുന്നതാണ്, അതെഴുതാം. പിന്നെ അക്വേറിയം, പേഡി ഫീൽഡ്, അക്വേറിയം ഇവിടെ നൽകിയിട്ടുണ്ട്. നെക്സ്റ്റ് വരുന്നത് ഗാർഡൻ ആൾക്കാർ ഉണ്ടാക്കുന്നതാണ്, ഗാർഡൻ എഴുതാം. മിയാവാക്കി ഫോറസ്റ്റും ആൾക്കാർ ഉണ്ടാക്കിയതാണ്, അതും നമുക്കിവിടെ എന്ത് ചെയ്യാം, എഴുതാം. അപ്പോൾ ആക്ടിവിറ്റി 4A 2 ചോദ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഹാബിറ്റേറ്റ്, അത് പ്രകൃതിയെ, നമ്മുടെ പേഡി ഫീൽഡ് നികത്തുന്നത് പ്രകൃതിയെ ബാധിക്കുമോ? യെസ്, എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. അതിൽ ബി ക്വസ്റ്റ്യൻ ഇതിന് ക്ലാസിഫൈ ചെയ്യാനാണ്. ഹ്യൂമൻ മെയ്ഡ് ഹാബിറ്റേറ്റും നാച്ചുറൽ ഹാബിറ്റേറ്റും. നാച്ചുറൽ ഹാബിറ്റേറ്റിൽ ഫോറസ്റ്റ്, പോണ്ട്, കാവ്, ഗ്രാസ് ലാൻഡ്, റിവർ, സീ ഇതൊക്കെ വരും. ഹ്യൂമൻ മെയ്ഡ് ഹാബിറ്റേറ്റിൽ പേഡി ഫീൽഡ്, ഗാർഡൻ, അക്വേറിയം, മിയാവാക്കി ഫോറസ്റ്റ് ഇതൊക്കെയാണ് ഹ്യൂമൻ മെയ്ഡ് ഹാബിറ്റേറ്റിൽ വരുന്നുണ്ടാവുക. അടുത്ത 4B ക്വസ്റ്റ്യൻ ആണ്. എൻവയോൺമെൻറ്റൽ കൺസർവേഷൻ. The Eco Club has decided to initiate activities to protect soil and water as part of Environment Day. Suggest some activities related to this. ഇവിടെ പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് മണ്ണും ജലവും സംരക്ഷിക്കാൻ ഇക്കോ ക്ലബിന് ചെയ്യാൻ കഴിയുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്നാണ് എഴുതുക. എന്തെഴുതാം, പ്ലാന്റ് ട്രീസ് ടു പ്രിവെൻറ്റ് സോയിൽ എറോഷൻ, മണ്ണൊലിപ്പ് വൃക്ഷത്തൈകൾ നടാം. പിന്നെ കൺസ്ട്രക്ട് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് പിറ്റ്സ്, നമ്മുടെ മഴക്കുഴികൾ നിർമ്മിക്കാം. ക്ലീൻ ആൻഡ് പ്രൊട്ടക്ട് ലോക്കൽ പോണ്ട്സ് ആൻഡ് സ്ട്രീംസ്, നമ്മുടെ നാട്ടിലുള്ള ജലാശയങ്ങളും തോടുകളും ശുചീകരിക്കാം. ഇനി എന്താ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, കണ്ടക്ട് അവയർനെസ് ക്യാമ്പയിൻ എഗെയിൻസ്റ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ, ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വലിച്ചെറിയുന്നതിനെതിരെ ഒരു ബോധവൽക്കരണ ക്ലാസ് നടത്താം. ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, സം ആക്ടിവിറ്റീസ്, ഇതിനെതിരെ നമുക്ക് കുറച്ച് ആക്ടിവിറ്റീസ് തയ്യാറാക്കാം. അതിൽ ബി ചോദ്യം, ഫൈൻഡ് ദ പേഴ്സ് ആൻഡ് കണക്ട് ദം. ഓർഗാനിസം ഉണ്ട്, ഹാബിറ്റേറ്റ് ഉണ്ട്. തിമിംഗലം ഫസ്റ്റ്, വെയിൽ തിമിംഗലം ഏതാ വരുന്നത്, ഓഷ്യൻ. നെക്സ്റ്റ് വരുന്നത് ബെയർ കരടി എന്ന് പറയുന്നത് എവിടെയാണ്, ഫോറസ്റ്റ്, കാടിലാണ്. ഫ്രോഗ് എന്ന് പറയുന്നത് തവള എവിടെയാണ് വരുന്നത്, പോണ്ട്, കുളമാണ്. കാക്ടസ് എവിടെയാണ്, കള്ളിച്ചെടി എവിടെയാണ് വരിക, ഡ്രൈ ലാൻഡ്, വരണ്ട പ്രദേശത്തൊക്കെയാണ് വളരുക. അപ്പോൾ ഇതായിരുന്നു ബി ചോദ്യം. 4B 2 ചോദ്യങ്ങളുണ്ടായിരുന്നു. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് മണ്ണും ജലവും സംരക്ഷിക്കാൻ ഇക്കോ ക്ലബിന് ചെയ്യാൻ കഴിയുന്ന പ്രവർത്തനങ്ങൾ, ആക്ടിവിറ്റീസ് പറയാനായിരുന്നു. രണ്ടാമത്തത് പെയർ ആൻഡ് അതിൻ്റെ ഹാബിറ്ററ്റ് എവിടെയാണെന്ന് കണക്ട് ചെയ്യുക. ഇതായിരുന്നു 4B ചോദ്യം. ഇനി അഞ്ചാമത്തെ ആക്ടിവിറ്റിയിലും അതുപോലെ 5A 5B ഉണ്ട്. 5A അല്ലെങ്കിൽ 5B എഴുതാം. ആക്ടിവിറ്റി 5A ഫസ്റ്റ് വൺ, ഫോറിൻ ഡൊമിനൻസ്. ഐഡൻറ്റിഫൈ ദ പേഴ്സൺ ഫ്രം ദ ഗിവൻ ഹിൻസ്. ഫസ്റ്റ് ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. ആദ്യത്തെ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യയാണ്. ഫസ്റ്റ് ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യയാണ്. ഗാന്ധിജി ഗേവ് ഹിം ദ ടൈറ്റിൽ സർദാർ. ഗാന്ധിജി സർദാർ എന്നൊരു പേര് നൽകിയിട്ടുണ്ട്. നോൺ ആസ് ദ അയൺ മാൻ ഓഫ് ഇന്ത്യ. അയൺ മാൻ ഓഫ് ഇന്ത്യ എന്നാണ് അറിയപ്പെടുന്നത്. ആളാരാ? വളരെ എളുപ്പമാണ്, സർദാർ. അതിൽ തന്നെ ഉണ്ട് ആരാ? സർദാർ വല്ലഭായ് പട്ടേൽ. ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ. സർദാർ വല്ലഭായ് പട്ടേൽ ആണ് ശരി ഉത്തരം. ഇനി ബി ചോദ്യം നോക്കാം.
the foreigners who come to India for trade were easily able to establish power here. Do you agree with this statement? Why? കച്ചവടത്തിന് വേണ്ടി വന്ന വിദേശികൾക്ക് ഇന്ത്യയിൽ അധികാരം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് എളുപ്പമായിരുന്നു. അത് എന്തുകൊണ്ടാണ്? ഇത് നിങ്ങൾ അതിനോട് യോജിക്കുന്നുണ്ടോ? യോജിക്കുന്നെങ്കിൽ അത് എന്തുകൊണ്ട്? യോജിക്കുന്നുണ്ടോ ഇല്ലയോ? അതിന് എന്തുകൊണ്ടാണെന്ന് എഴുതണം. ഫോറിനേഴ്സ് ഹു കെയിം ടു ഇന്ത്യ ഫോർ ട്രേഡ്. ഫോറിനേഴ്സ് ഇന്ത്യയിൽ വന്നത് വ്യവസായത്തിനാണ്, കച്ചവടത്തിനാണ്. വെർ ഈസിലി ഏബിൾ ടു എസ്റ്റാബ്ലിഷ് പവർ ഹിയർ. അവർക്ക് ഇവിടെ വന്നിട്ട് അവരുടെ അധികാരം സ്ഥാപിക്കാൻ എളുപ്പമായിരുന്നു. അതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? യെസ്, കറക്റ്റാണ്. പൂർണ്ണമായിട്ട് യോജിക്കണം അല്ലേ? ഐ കംപ്ലീറ്റ്ലി എഗ്രി എന്ന് നമുക്ക് പറയാം. യെസ്, കാരണം എന്താ? അന്ന് നാട്ടുരാജ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. നാട്ടുരാജ്യങ്ങൾ തമ്മിൽ കലഹങ്ങളും ഭിന്നതയും ഒക്കെ ഉണ്ടായിരുന്നില്ല. ഭിന്നിപ്പിച്ച് വരിക്കുക എന്നതായിരുന്നു ആ ഒരു ഇത് മുതലെടുത്തുകൊണ്ട് ഇത് എളുപ്പത്തിൽ ചെയ്യാൻ കഴിഞ്ഞു. ഓക്കെ, ഭിന്നിപ്പിച്ച് വരിക്കുക എന്ന ആശയം അതായിരുന്നു. ഡിവൈഡ് ആൻഡ് റൂൾ എന്ന ആശയത്തിലൂടെ ചെയ്യാൻ കഴിഞ്ഞു. ഇനി 5B ഫ്രീഡം ഫൈറ്റേഴ്സ് ആണ്. ഫൈൻഡ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് റിലേറ്റഡ് ടു ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കെയിം ഇൻ ടു അഫക്റ്റ് ഓൺ 15th August 1947. ഇവിടെ ഒന്നാമത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കെയിം ഇൻ ടു എഫക്റ്റ് ഓൺ 15th August 1947 എന്ന് പറയുന്നുണ്ട്. രണ്ടാമത് ഡോക്ടർ BR അംബേദ്കർ പ്ലേഡ് മേജർ റോൾ ഇൻ ഫ്രെയിമിംഗ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നുണ്ട്. ഇറ്റ് ഇൻക്ലൂഡ്സ് ലോസ് റിലേറ്റഡ് ടു അവർ റൈറ്റ്സ്, ഡ്യൂട്ടീസ്, ഗവൺമെൻറ്റ്സ്, ഇലക്ഷൻ എക്സെട്ര. ഈ 3 കാര്യങ്ങളും പറയുന്നുണ്ട്. ഇതിൽ ഏതൊക്കെയാണ് ശരി? ഒന്നാമത്തത് ശരിയാണോ? ഇല്ല, ഒന്നാമത്തത് തെറ്റാണ്. രണ്ടാമത്തത് ശരിയാണ്. മൂന്നാമത്തതും ശരിയാണ്. അപ്പോൾ 2ഉം 3ഉമാണ് ശരി വരുന്നത്. 2ഉം 3ഉം ശരി എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. അടുത്ത് നോക്കാം. ആക്ടിവിറ്റി 5Bയിൽ ബി ക്വസ്റ്റ്യൻ ഉണ്ട്. ബി ക്വസ്റ്റ്യൻ നോക്കാം. ഫ്രീഡം ഫൈറ്റേഴ്സും അവരുടെ ടൈറ്റിലും എഴുതാൻ വേണ്ടിയിട്ടാണ്. ഫസ്റ്റ് അരുണ ആസിഫ് അലി. അരുണ ആസിഫ് അലി എന്താണ് ടൈറ്റിൽ വരുന്നത്? ഗ്രാൻഡ് ഓൾഡ് ലേഡി ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് ടൈറ്റിൽ ഉണ്ട് അല്ലേ? ഗ്രാൻഡ് ഓൾഡ് ലേഡി ഓഫ് ഇൻഡിപെൻഡൻസ്. ഗ്രാൻഡ് ഓൾഡ് ലേഡി ഓഫ് ഇൻഡിപെൻഡൻസ്. ഗ്രാൻഡ് ഓൾഡ് ലേഡി ഓഫ് ഇൻഡിപെൻഡൻസ് എന്നൊരു ടൈറ്റിലുണ്ട്. ഇനി നേതാജി എന്നറിയപ്പെട്ടത് ആരാ? സുഭാഷ് ചന്ദ്രബോസ് ആണ്. നേതാജി എന്നറിയപ്പെട്ടത് ആരാണ്? സുഭാഷ് ചന്ദ്രബോസ് ആണ്. സുഭാഷ് ചന്ദ്രബോസ് ആണ് നേതാജി എന്നറിയപ്പെട്ടത്. സരോജിനി എന്തെന്ന് അറിയപ്പെട്ടത്? നൈറ്റിൻഗെയിൽ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ വാനമ്പാടി. നൈറ്റിൻഗെയിൽ ഓഫ് ഇന്ത്യ എന്നറിയപ്പെട്ടത് ആരാണ്? സരോജിനി നായിഡു ആണ്. ഇനി ഫ്രോണ്ടിയർ ഗാന്ധി എന്നറിയപ്പെട്ടത് ആരാണ്? അതിർത്തി ഗാന്ധി. ഖാൻ അബ്ദുൽ ഖാഫർ ഖാൻ. ആരാണ്? ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. അപ്പോൾ ഇതായിരുന്നു ബി ചോദ്യം. ബി ചോദ്യത്തിൽ ചോദിച്ചിരുന്ന ഫ്രീഡം ഫൈറ്റേഴ്സും ടൈറ്റിലുമാണ് ചോദിച്ചിരുന്നത്. അരുൺ ആസിഫ് അലി, നേതാജി, സരോജിനി നായിഡു, പിന്നെ അതുപോലെ ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. ഇവരുടെ ടൈറ്റിൽസ് എന്താണെന്ന് മനസ്സിലാക്കാനായിരുന്നു ലാസ്റ്റ് ചോദ്യം. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ 4ാം ക്ലാസ്സിലെ EVS ക്വസ്റ്റ്യൻ പേപ്പർ. എക്സാം എല്ലാവർക്കും ഈസി ആയിരുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി വീണ്ടും ചെറിയൊരു അവധിക്കാലമാണ്. എല്ലാവർക്കും നല്ലൊരു അവധിക്കാലം നേരുന്നു. ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ. താങ്ക് യു.